വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് സ്കൂൾ വിട്ടിരുന്ന മക്കൾക്കും അതല്ലെങ്കിൽ വിരുന്നുകാർക്കൊക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ 3 ഈവനിങ് സ്നാക്സ് ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ആദ്യത്തേത് കണ്ടു നോക്കാം. 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തതാണ്. അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ എത്രയാണോ ഉരുളക്കിഴങ്ങ് എടുക്കുന്നത് അതിൻ്റെ അളവിനനുസരിച്ചിട്ട് കോൺഫ്ലവറിൻ്റെ അളവിലും മാറ്റം വരാം കേട്ടോ. ഞാൻ ആദ്യം ഇവിടെ ഒരു 5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. കുഴച്ചെടുത്ത ശേഷം ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം ഒരു സ്പാച്ചില വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. കയ്യിൽ ഇത് ഒട്ടി പിടിക്കും കേട്ടോ. അതുകൊണ്ടാണ് ആദ്യം സ്പാച്ചില വെച്ച് മിക്സ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ കോൺഫ്ലവർ ഒക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഒട്ടി പിടിക്കണമെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി കുറച്ച് മല്ലിയിലയും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പ് നമ്മൾ കിഴങ്ങ് വേവിച്ച സമയത്ത് തന്നെ ചേർത്ത് കൊടുത്തിരുന്നു. അതിനനുസരിച്ചിട്ട് മാത്രം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നല്ല ചൂടായ ഓയിലിലേക്ക് ഇതുപോലെ ബോൾ ഷേപ്പിലാക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ബോൾ ഷേപ്പിലോ അതല്ലെങ്കിൽ റൗണ്ടിൽ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലൊക്കെ ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാ ഭാഗവും ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും കിട്ടും, ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. കെച്ചപ്പിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വളരെ ഈസി ആയിട്ടുള്ള കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ ഇത്. 4 മണി ചായയുടെ കൂടെ വെറുതെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ഗ്ലാസ് കട്ടൻ ചായ കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. ഇനി നമുക്ക് അടുത്ത റെസിപ്പി കണ്ടു നോക്കാം. വെറും 2 സവാള ഇരിപ്പുണ്ടോ എന്നാൽ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ഉണ്ട് നോക്കാം. സ്കൂളിട്ട് വരുന്ന മക്കൾക്കൊക്കെ ഇതുപോലെ തയ്യാറാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഇഷ്ടത്തോടെ കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ 2 സവാള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്മി കുഴച്ചെടുക്കുക. ഈ ഒരു സവാള എല്ലാം ഒന്ന് വേറിട്ട് കിട്ടണം. അതുപോലെ സവാളയിലെ നീരൊക്കെ നന്നായിട്ട് പുറത്ത് വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് തിരുമ്മി കുഴച്ചെടുക്കുക. ഇനി ഒരു 5 മിനിറ്റ് അതൊന്ന് മാറ്റി വെക്കുക. 5 മിനിറ്റിന് ശേഷം ഇതിലേക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളകും കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. സാധാരണ മുളക് പൊടിയാണെങ്കിൽ ഇത്രയും ചേർത്ത് കൊടുക്കേണ്ട. ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കടലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം. ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ. സവോളയുടെ നീര് വെച്ചിട്ടാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് ലൂസായിട്ട് പോകും കേട്ടോ. ഈ ഒരു സവോളയുടെ നീര് വെച്ച് കുഴച്ചെടുക്കുമ്പോൾ തന്നെ ഇത് കറക്റ്റ് ഒരു പരുവത്തിൽ കിട്ടും. ഇതിലേക്ക് ഒരുപാട് പൊടികളും ആവശ്യമില്ല. ഇതുപോലെ കുറച്ച് സമയം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഉരുട്ടി ബോൾസ് ആക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് മറ്റേ കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. ഇനി ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനി നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുന്നതിന് പകരം വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് നല്ല മൊരിഞ്ഞ ഉള്ളിവട തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റാണിത്. ഒരു ഉള്ളിവട തയ്യാറാക്കിയെടുക്കുമ്പോൾ ഒരുപാട് വെള്ളവും പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് മൊരിഞ്ഞും കിട്ടൂല, അതുപോലെ ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. 6 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി എടുത്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സവോളയുടെ പകുതി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഫോർക്കോ സ്പൂണോ ഒക്കെ ഉപയോഗിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ കുഴച്ചെടുക്കാം. ഇനി കയ്യിലൊരു അല്പം ഓയിലാക്കിയിട്ട് നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇവിടെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയെല്ലാം റെഡിയാക്കി എടുക്കുക. അതിനുശേഷം ഓയിൽ ഇവിടെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ടിത് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം തീയൊന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഈ ഒരു ബോൾസ് ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് ആദ്യം ഇളക്കി കൊടുക്കുമ്പോൾ പതുക്കെ ഇളക്കി കൊടുക്കണം. എണ്ണയിലിടുമ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് മൊരിയുന്നത് വരെ പതുക്കെ ഇളക്കി കൊടുക്കുക. അതല്ലെങ്കിൽ പൊട്ടിപ്പോവും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഈ ഒരു പലഹാരം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനിയും ഇതുപോലുള്ള ഈസി ആൻഡ് സിമ്പിൾ റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്